ഹായ് ഡിയർ ഫ്രണ്ട്സ്, പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ചായക്കടയുടെ ചില്ലിട്ട അലമാരയിൽ നിന്ന് നമ്മെ നോക്കി ചിരിക്കാറുള്ള മടക്ക് സാൻ അതേ രുചിയിൽ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു സ്നാക്സ് പല പേരുകളിലാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും അറിയപ്പെടുന്നത്. ചിലരിതിനെ മടക്ക്, ചിലരിതിനെ മടക്ക് സാൻ, ഖാജ, ഐനാസ് എന്നീ പല പേരിൽ വിളിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്സ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു 10 മിനിറ്റ് നേരം എടുത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഈ കുഴച്ച ഡവ് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ചതുരത്തിൽ പരത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ്. നല്ല തിന്നായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കണം. ഇതുപോലെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് മൈദയും കൂടി ഇതുപോലെ വിതറി കൊടുത്ത് പരത്തിയാൽ മതിയാകും. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് പരത്തി വന്നപ്പോൾ ഏകദേശം ഒരു ചതുരത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ നെയ്യ് പുരട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കണം. മൈദ ഇട്ട് കൊടുത്താൽ റെഡി ആവത്തില്ല. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്യാം. ഈ ഒരു വിധത്തിൽ നമുക്ക് റോൾ ചെയ്യാം. റോൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ 2 അറ്റവും നമുക്കിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു അളവിൽ കട്ട് ചെയ്താൽ നമുക്ക് നീളത്തിൽ ലഭിക്കും, അല്ലെങ്കിൽ അതിന് വീതി കൂടി പോകും. പീസസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തുമ്പോൾ നീളത്തിൽ പ്രസ് ചെയ്ത് പരത്താനായിട്ട് നോക്കണം. ഇങ്ങനെ ഓരോ പീസസും നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ തിന്നായിട്ട് തന്നെ പരത്തണം. അങ്ങനെ മടക്കെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നൂൽപ്പരുവം ആകുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 2-3 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇത് നൂൽപ്പരുവമായിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് അടുപ്പിൽ തന്നെ വെച്ചേക്കാം. ആ സമയത്ത് നമുക്ക് മടക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്ക് മടക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോക്കുമ്പോൾ യെല്ലോ കളർ ലൈറ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് യെല്ലോ കളറായിട്ട് മാറും. നമുക്ക് ലെയേഴ്സൊക്കെ നന്നായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അങ്ങനെ മടക്കെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ചെറുതായിട്ട് ചൂട് ആറാനായിട്ട് വെക്കണം. അതിനുശേഷം ഓരോ മടക്കും ഈ പഞ്ചസാര ലായനിയിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇനി അതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോഴാണ് പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ച് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മടക്കുസാൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചായക്കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അതേ മടക്കുസാൻ്റെ രുചി തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്